ഹായ് ഓൾ, ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കോഴ്സിലോട്ട് വീഡിയോ എഡിറ്റിംഗ് കോഴ്സിലോട്ട് വേണ്ട സോഫ്റ്റ്വെയർസ് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യാതിനെ കുറിച്ചാണ് പറയുന്നത്. സോ നമ്മളൊരു പെർഫെക്റ്റ് വേ മാത്രമാണ് ഇതിൽ പറയുന്നത്. സോ നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് വിൻഡോസ്, 2 മാക്, ഇങ്ങനെ 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത്. സോ വിൻഡോസ് യൂസ് ചെയ്യുന്നവർക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാൻ കുറച്ചും കൂടി കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. മാക്കിലോട്ട് വരുമ്പോൾ നമുക്ക് 2 ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ഡയറക്റ്റ് അഡോബ് എന്നുള്ള ജസ്റ്റ് ഗൂഗിൾ ചെയ്തിട്ട് അഡോബ് എന്നുള്ള സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യുക, പേയ്മെൻറ്റ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ജസ്റ്റ് ഇവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് ഫുൾ സ്ക്രീൻ ചെയ്ത് തരാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. സിംഗിൾ ആപ്പായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ മന്ത്ലി 382 രൂപയാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ക്ലൗഡും പർച്ചേസ് ചെയ്യാം. ക്രിയേറ്റീവ് ക്ലൗഡ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1490 രൂപ, ഏകദേശം 1500 രൂപയാണ് എമൗണ്ട് മന്ത്ലി വരുന്നത്. സോ ഇൻക്ലൂഡിങ് ജി എസ് ടി ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആണ്, അല്ലാതെ പ്ലസ് അല്ല വരുന്നത്. ആഫ്റ്റർ ഫോർ 1 ഇയറിലോട്ടാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് ഇയർ ആണ് ഈ എമൗണ്ട് വരുന്നത്. ദെൻ 1 ഇയർ കഴിഞ്ഞാൽ 2700 പ്ലസ് മേലെ വരും എമൗണ്ട്. ഇവരുടെ ഒരു കോൺസെപ്റ്റ് ഞാൻ പറയാം. നിങ്ങൾക്ക് 2 പേയ്മെൻറ്റ് ഓപ്ഷനാണ് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റുക. ഒന്ന് നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്, ഇത് 2 യൂസ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. അതിൽ വിസ കാർഡ് ആൻഡ് മാസ്റ്റർ കാർഡ് മാത്രമാണ് അവർ എടുക്കത്തുള്ളൂ. മറ്റ് കാർഡുകളൊന്നും എടുക്കില്ല. പിന്നെ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ എനേബിൾ ആയിരിക്കണം നമ്മുടെ കാർഡിൽ. നമ്മൾ വൺസ് നമ്മുടെ അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി മന്ത്ലി ഈ എമൗണ്ട് വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോവുക. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് പോയി നെക്സ്റ്റ് പ്രാവശ്യം പോകുമ്പോൾ അതിൽ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ 2-3 ഡേയ്സ് കഴിഞ്ഞാൽ പിന്നെ അവർ ഓട്ടോമാറ്റിക്കലി എടുക്കുകയാണ് ചെയ്യുക. സോ അങ്ങനെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. മന്ത്ലി ഓട്ടോമാറ്റിക്കലി നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന രീതിയിലാണ്, ഡെബിറ്റായി പോകുന്ന രീതിയിലാണ് ആക്ച്വലി ഇവരുടെ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, ഇങ്ങനെ 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവരുടെ 24+ സോഫ്റ്റ്വെയർസ്, 20+ ആപ്സുകൾ ഉണ്ടാവും. അതായത് ആഫ്റ്റർ എഫക്ട്സ്, പ്രീമിയർ പ്രോ, ഇല്ലസ്ട്രേഷൻ, ഫോട്ടോഷോപ്പ്, to Z അഡോബിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർസും കിട്ടും. 3D ഒഴിച്ച് കിട്ടും. പിന്നെ 100 GB ക്ലൗഡ് സ്റ്റോറേജ് നിങ്ങൾക്ക് കിട്ടും. പിന്നെ അൺലിമിറ്റഡ് ആക്സസ് ടു ഫയർഫ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അഡോബിൻ്റെ, ഗൂഗിളിൻ്റെ ഒക്കെ AI നിങ്ങൾക്ക് ടൂളുകൾ യൂസ് ചെയ്യാൻ പറ്റും. മന്ത്ലി 4000 ജനറേറ്റീവ് ക്രെഡിറ്റ്സ് ആണ് നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് ബീറ്റ വേർഷൻസും എല്ലാ വേർഷൻസും നിങ്ങൾക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്നത് നിങ്ങൾക്ക് സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് വേർഷനാണ്. സോ ഇത് എപ്പോഴും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇൻഡിവിജ്വൽ വേർഷന് ഇപ്പോൾ 1499 രൂപയാണ്. ചില സമയത്ത് കുറയാം, ചില സമയത്ത് കൂടാം. നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഈ എമൗണ്ട് ആണെന്നുള്ള മാറ്റങ്ങളുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് വേർഷൻ നിങ്ങൾക്ക് 639 രൂപക്കാണ് കിട്ടുന്നത്. ഈ ഇൻഡിവിജ്വൽ വേർഷനും അതുപോലെ തന്നെ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് വേർഷനും രണ്ടും ഒന്ന് തന്നെ കേട്ടോ, രണ്ടും ഒരേപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ എക്സ്ട്രാ നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യേണ്ടതാണ്. അതായത് നിങ്ങളുടെ കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട്. സോ നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് പർച്ചേസ് ചെയ്യാം. ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള ഏതെങ്കിലും കോളേജിൻ്റെ ജസ്റ്റ് അവരുടെ ആ കോളേജിൻ്റെ നെയിമും ഡിസൈൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കൊടുത്താൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ മെയിനായിട്ട് നോക്കേണ്ടത് നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ആണ്. അതായത് അവിടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ക്രെഡിറ്റ് കാർഡാണ് കൂടുതൽ അവർ എടുക്കുകയുള്ളൂ. ഡെബിറ്റ് കാർഡ്, ചില ഡെബിറ്റ് കാർഡ് കൂടുതൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഡെബിറ്റ് കാർഡുകൾ എടുക്കുകയുള്ളൂ. സോ അതാണ് ഇവിടെ മെയിനായിട്ടുള്ള കാര്യം. സോ ഇത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, വൺസ് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുമില്ല, ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്യുക ആൻഡ് ഇങ്ങനെ സെക്ഷനിലോട്ട് വരും. നിങ്ങൾക്ക് 1 ഇയറിലായിട്ട് ആനുവലായിട്ട് പേ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ മന്ത്ലി പേ ചെയ്യാൻ പറ്റും. ആനുവൽ എടുക്കണേ അങ്ങനെ എടുക്കാം, മന്ത്ലി എടുക്കണേ അങ്ങനെ എടുക്കാം. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇതിൻ്റെ കൂടെ അഡോബ് സ്റ്റോക്ക് വേണമെന്ന് ചോദിക്കുന്നുണ്ട്. സോ എടുക്കാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. അത് അത്ര ആക്ച്വലി അഡോബിൻ്റെ സ്റ്റോക്ക് ഫുട്ടേജസ്, ടെംപ്ലേറ്റ്, ഇങ്ങനത്തെ കാര്യങ്ങൾ ആക്സസ് ചെയ്യാനുള്ളതാണ്. സോ അതെടുക്കണ്ട. സോ 2394 രൂപ മന്ത്ലി വരുന്നുണ്ട് കേട്ടോ. ദെൻ കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇവിടെ പിന്നെയും ചോദിക്കുന്നുണ്ട് അഡോബ് എടുക്കണമെന്നുള്ളത്. സോ നമുക്കത് ഇഗ്നോർ ചെയ്യാം ആൻഡ് കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഓക്കെ, ഇവിടെ നമ്മുടെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അടിക്കുക. ഫുൾ ഡീറ്റെയിൽസ് ഏതാണ്, ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഓർ ഡെബിറ്റ് കാർഡാണ് ചോദിക്കുക. ഇവിടെ കാർഡ് നമ്പർ, മന്ത്, ഇയർ, CVV നമ്പർ, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ബില്ലിംഗ് അഡ്രസ്സ്, സിറ്റി, പിന്നെ സ്റ്റേറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ, പിൻകോഡ്, പിന്നെ ഏതാണ് കൺട്രി, പിന്നെ GST ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം.
അവിടെ ഫോൺ നമ്പർ ഓപ്ഷനിലാണ്. പിന്നെ കണ്ടിന്യൂ ടു വെരിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിങ്ങൾക്ക് ഇത് അപ്രൂവ് ആയി കഴിഞ്ഞാൽ, അതായത് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഓക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ്. സോ ജസ്റ്റ് ഒരു ഫേക്ക് കോളേജ്, നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും ഒരു കോളേജിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്താൽ മതി, അത് എങ്ങനെയായാലും അപ്രൂവ് ആവും. സോ ദെൻ നെക്സ്റ്റ് സെക്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് സക്സസ് ആവും. അതായത് ഇതിൻ്റെ പേയ്മെൻറ്റ് സക്സസ് ആയി കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ജസ്റ്റ് മെയിൻ സൈറ്റിലോട്ട് പോവാം, adobe.com തന്നെ പോവാം. സോറി, അഡോബ് എന്നുള്ള സൈറ്റിലോട്ട് തന്നെ പോവാം. ഇവിടെ നിങ്ങൾക്ക് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൽ മതി. അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് ഡൗൺലോഡ് എന്ന് കൊടുത്താൽ മതി. ക്രിയേറ്റീവ് ക്ലൗഡ് ഡൗൺലോഡ് എന്നുള്ളത് കാണാം നിങ്ങൾക്ക്. ജസ്റ്റ് അഡോബ് ക്രിയേറ്റീവ് ക്ലൗഡ് ഡൗൺലോഡ് എന്ന് സെർച്ച് ചെയ്യുക. അവിടെ ഫസ്റ്റ് കാണുന്ന ലിങ്കിൽ തന്നെ പോവുക. എന്നിട്ട് രണ്ടാമത് കാണുന്ന ലിങ്കിൽ പോയാൽ മതി. സോ ഈ ലിങ്കിൽ പോവാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക ആൻഡ് ഡൗൺലോഡ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്നുള്ളത് ഉണ്ടാവും. സോ അത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, അതൊരു സോഫ്റ്റ്വെയർ പോലെ ആയിരിക്കും ഉണ്ടാവുക. ജസ്റ്റ് ക്രിയേറ്റീവ് ക്ലൗഡ് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ പോലെ ആയിരിക്കും ഉണ്ടാവുക. സോ എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. നമ്മുടെ പ്ലേ സ്റ്റോർ, നമ്മുടെ ഇപ്പോൾ നിങ്ങൾ ഫോണൊക്കെ യൂസ് ചെയ്യുമ്പോൾ പ്ലേ സ്റ്റോർ കണ്ടിട്ടില്ല, അതുപോലെ തന്നെ ആപ്പ് സ്റ്റോറിൽ നമ്മുടെ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ആപ്പ് സ്റ്റോർ അറിയാവുന്നതായിരിക്കും. അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോറുകൾ ഉണ്ടാവുമല്ലോ നമ്മുടെ സിസ്റ്റത്തിൽ. അങ്ങനത്തെ ഒരു സ്റ്റോറാണിത് ക്രിയേറ്റീവ് ക്ലൗഡ് എന്ന് പറയുന്നത്. ഇവിടെ ഇത് ഹോം പേജാണ് ആക്ച്വലി വരുന്നത്. ഇങ്ങനെയാണ് ഹോം പേജ് ഉണ്ടാവുക. ഇതിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട് ആക്ച്വലി. ഇവിടെ ആപ്സ് എന്നുള്ള സെക്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അഡോബ് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ആപ്പുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. വേണ്ട ഫോട്ടോഷോപ്പ്, ഇല്ലസ്ട്രേഷൻ, ഇൻഡിസൈൻ, പ്രീമിയർ പ്രോ, അഡോബ് ഫയർഫ്ലൈ, ഇങ്ങനെ കുറേ സംഭവങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? സോ ഇവിടെ ജസ്റ്റ് ഇൻസ്റ്റാൾ എന്നുള്ള ബട്ടൺ ഉണ്ടാവും. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും, ആ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആൻഡ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളിപ്പോൾ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കാണാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ മാക്കാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലിസ്റ്റായി കിടക്കുന്നുണ്ട് സോഫ്റ്റ്വെയർസ്. ഞാൻ ഇതൊക്കെ ഇൻസ്റ്റാൾഡ് ആണ്, അതുകൊണ്ടാണ് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത സോഫ്റ്റ്വെയർസ് ഇവിടെ കാണിക്കും. പിന്നെ നിങ്ങൾക്ക് ബീറ്റ വേർഷൻസ്, അതായത് ബീറ്റ വേർഷൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് കാണുമ്പോൾ ബീറ്റ വേർഷൻ അഡോബിൻ്റെ ഫോട്ടോഷോപ്പിൽ ബീറ്റ വേർഷൻസൊക്കെ പുതിയ അപ്ഡേഷൻ വന്നിട്ട് പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല. സോ അങ്ങനത്തെ ബീറ്റ വേർഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണാം നിങ്ങൾക്ക് ടോപ്പിൽ, അതായത് ഹോമിൽ നിന്ന് മാറിയിട്ട് ആപ്സിൽ വരിക, എന്നിട്ട് ബീറ്റ വേർഷൻസ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ ഫോട്ടോഷോപ്പ് ബീറ്റ ഓൾറെഡി ഞാൻ ഇൻസ്റ്റാൾഡ് ആണ്. പിന്നെ പ്രീമിയർ പോയിൻ്റ് ബീറ്റ വേർഷൻ വന്നിട്ടുണ്ട്, ആഫ്റ്റർ എഫക്ട്സ് വന്നിട്ടുണ്ട്, ഓഡിഷൻ വരുന്നുണ്ട്, ഇൻഡിസൈൻ വന്നിട്ടുണ്ട്, ഇല്ലസ്ട്രേഷൻ വന്നിട്ടുണ്ട്. സോ ഞാൻ അതൊന്നും ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. സോ ഞാൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഫോട്ടോഷോപ്പാണ്. സോ എന്തെങ്കിലും പുതിയ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ജസ്റ്റ് ഒരു പരീക്ഷണം എന്നുള്ള രീതിയിലായിരിക്കും ഉണ്ടാവുക സംഭവം. സോ നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിൽ ഡൗട്ട്സുകളോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, നിങ്ങൾക്ക് ഹെൽപ്പ് ലൈൻ നമ്പർ തന്നിട്ടുണ്ടാവും നിങ്ങൾ അഡ്മിഷൻ എടുത്ത സമയത്ത്. സോ അതായിട്ടും ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഇയർലിയോട്ട് ഒരു വർഷത്തോട്ടുള്ള പ്ലാൻ. അതായത് ചെറിയൊരു എമൗണ്ടിൽ 3000 4000 ആ എമൗണ്ടിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 1 ഇയറിലോട്ട് അഡോബിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് നിങ്ങൾക്ക് ഡയറക്റ്റ് ഹെൽപ്പ് ലൈൻ നമ്പറിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും, എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അത് അതർ ഓപ്ഷനാണ്, പെയ്ഡ് വേർഷൻ ആണ്. ഇതിലുള്ള എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇവിടെ ഈ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കിട്ടും. പിന്നുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. അതായത് അഡോബിൻ്റെ എല്ലാ സോഫ്റ്റ്വെയർസും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് പറയുമ്പോൾ അത് മാക്കിലോട്ട് ഉണ്ടാവില്ല, വിൻഡോസിലോട്ടാണ്. ക്രാക്ക്ഡ് വേർഷൻസ് എന്ന് പറയും. സോ അതും നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഹെൽപ്പ് ലൈൻ നമ്പർ, അതായത് ഹെൽപ്പ് ലൈൻ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓഫീസ് നിങ്ങൾ അഡ്മിഷൻ എടുത്ത നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഏതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. അവിടെ ജസ്റ്റ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ചെയ്ത് തരും. സോ അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻസ്റ്റാളേഷൻ സെക്ഷനിലൂടെ പറയാനുള്ളത്.